വചനം കൊതിക്കുന്നവരുണ്ട്. നിങ്ങളെക്കുറിച്ചാണ് ദൈവവചനം, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഞങ്ങളുടെ അനുഭവമാണിത്, ഈ ആലയത്തിൻ്റെ അനുഭവമാണിത്. ഇരുണ്ട വേളകളുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇരുണ്ട കാലങ്ങളുണ്ടായിരുന്നു. മധ്യാഹ്നം പോലെ അത് പ്രശോഭിക്കുന്നുണ്ടെന്ന്. ഇരുണ്ട സമയങ്ങളുണ്ടായിരുന്നു, ഒറ്റപ്പെടുത്തിയ സമയമുണ്ടായിരുന്നു, കുറ്റപ്പെടുത്തിയ സമയമുണ്ടായിരുന്നു, പുച്ഛിച്ച് തള്ളിയ സമയമുണ്ടായിരുന്നു, എറിഞ്ഞുടച്ച സമയമുണ്ടായിരുന്നു. ഇറങ്ങിപ്പോയവരുണ്ട്, മുഖത്ത് നോക്കി പരിഹസിച്ചവരുണ്ട്, ചീത്ത വിളിച്ചവരുണ്ട്. അതല്ല ഇരുണ്ട വേളയാ. പക്ഷെ ബൈബിൾ പറയുന്നു, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്റെ ഇരുണ്ട കാലങ്ങൾ മാറി മധ്യാഹ്നം പോലെ, ഏറ്റവും പ്രകാശമുള്ള സമയം പോലെ നിന്റെ ജീവിതം മാറുമെന്ന്. ഞങ്ങൾക്ക് അനുഭവമാണിത്. നിങ്ങളും കേൾക്കുന്ന വചനങ്ങൾ അനേകർക്ക് കൊടുക്കണം. അതിന് പിശുക്ക് കാണിക്കരുത്. അയാൾ ഉയർന്നു പോകുമോ, അയാൾ കുറേ കൂടെ അറിയപ്പെടുവോ, അതാണ് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ കുറേ അറിയപ്പെടുമോ, അയാൾ വലിയ ആളായി പോകും, ഞങ്ങളായിട്ട് ഇനി ഷെയർ ചെയ്ത് വളർത്തണ്ട. ദൈവമാണ് വളർത്തുന്നത്, മനുഷ്യരല്ല വളർത്തുന്നത്. മനുഷ്യൻ വളർത്തിയാൽ ഇത്രേ വളരത്തുള്ളൂ. ദൈവം വളർത്തുമ്പോഴാണത് അനുഗ്രഹമുള്ളൊരു വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നത്. പിശുക്കും ഒന്നും വേണ്ട. ദൈവവചനം കൊടുക്കുന്ന കാര്യത്തിൽ അത് നിനക്കൊരു അനുഗ്രഹത്തിൻ്റെ വാതിലിനെ തുറന്നു കിട്ടുന്നത്. സമയം കളയണ്ട. അനുഗ്രഹത്തിൻ്റെ വാതിലിനെ തുറന്നു കിട്ടുന്നു. ഒരുപാട് പേർക്ക് അസൂയയുണ്ട്, അസ്വസ്ഥതയുണ്ട്. പുള്ളി രക്ഷപ്പെട്ടു പോകും. അവിടെ ആളുകൾ കൂടി വരുമോ? ആളുകൾ വരുവാണേ വരട്ടെ, പ്രാർത്ഥിക്കുവാണേ പ്രാർത്ഥിക്കട്ടെ. അവരിഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, ഇഷ്ടമില്ലെങ്കിൽ വരണ്ട. ഉണ്ടെങ്കിൽ കൊടുക്ക്, ഇഷ്ടമില്ലേ കൊടുക്കണ്ട. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ കേട്ട വചനം കൊടുക്കുമ്പോൾ നിങ്ങൾ സുവിശേഷത്തിൻ്റെ പങ്കാളിയായി മാറുന്നു. ഈ അനുഗ്രഹയിലെ ശുശ്രൂഷകരായി നിങ്ങൾ മാറുകയാണ്. അനേകർ ദൈവത്തെ അറിയുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം അനേകരിൽ ശക്തിപ്പെടുകയാണ്. പിശാച് അവിടെയെല്ലാം തോൽവി സമ്മതിക്കുകയാണ്. പിശാച് തോറ്റുപോവുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം വർദ്ധിക്കുമ്പോൾ പിശാച് തോറ്റും. ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൂടുമ്പോഴാണ് പിശാച് ജയിച്ചു വരുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇരുണ്ട വേളകൾ മാറും, മധ്യാഹ്നം പോലെ അത് പ്രശോഭിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിനകത്തതുണ്ടാകട്ടെ, മക്കളിലതുണ്ടാകട്ടെ. ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയോ 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 സാക്ഷ്യങ്ങളാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ഒരു സാക്ഷ്യം പറയാൻ ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ തിരിച്ചു പോകാൻ വരെ ആവശ്യപ്പെടുന്ന കാലം കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായി.